തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തു. ഇന്ധനം നിറയ്ക്കാനാണ് 2 ദിവസങ്ങൾക്ക് മുൻപ് വിമാനം ലാൻഡ് ചെയ്തത്. F-35 യുദ്ധവിമാനമാണ് വിമാനത്താവളത്തിൽ ഇറങ്ങിയതെന്നാണ് വിവരം. വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് തലസ്ഥാനത്തിറങ്ങിയത്. 100 നോട്ടിക്കൽ മൈൽ അകലെയുള്ള യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ യുദ്ധവിമാനം പറന്നുയർന്നത്. യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനത്തിന് കടൽ പ്രക്ഷുബ്ധമായതിനാൽ തിരികെ ഇറക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇന്ധനം കുറവായതിനാൽ അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെടുകയായിരുന്നു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം വിമാനം വിട്ടയക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇത്തരത്തിലൊരു സംഭവം അത്യപൂർവമാണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ നല്ല നയതന്ത്ര ബന്ധമുണ്ട്. ഇതുകൊണ്ടാണ് തിരുവനന്തപുരത്തിറങ്ങാൻ വിമാനം അനുവാദം തേടിയത്. സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങൾ സാധാരണ വിമാനത്താവളങ്ങളിൽ ഇറക്കാറില്ല. ഈ യുദ്ധവിമാനത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് പ്രത്യേക അനുമതിയോടെ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ഇറക്കാൻ സമ്മതിച്ചത്. എല്ലാ അടിയന്തര സാഹചര്യവും ഒരുക്കിയായിരുന്നു അടിയന്തര ലാൻഡിംഗ്. വിമാനത്തിന് സുരക്ഷാ പ്രശ്നമൊന്നുമില്ലെന്നതടക്കം പരിശോധിച്ച് ഉറപ്പാക്കും. ഇന്ധനം കഴിഞ്ഞതിനെ തുടർന്നോ തകരാറുകൾ മൂലമോ യാത്രാ വിമാനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഇത്രയേറെ നേരം നിലത്തിറക്കിയിടുന്നത് അത്ര സാധാരണമല്ല. ഒരു രാജ്യത്തിന്റെ യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് അടിയന്തരമായി ഇറക്കുന്നത്, അതും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വിലയേറിയതെന്ന് കരുതപ്പെടുന്ന ഒരു യുദ്ധവിമാനം. ലോക്ഹീഡ് മാർട്ടിന്റെ F-35 ലൈറ്റനിങ് സെക്കൻഡ് സിംഗിൾ എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ കോമ്പാറ്റ് വിമാന കുടുംബത്തിലെ 5ാം തലമുറയാണ് F-35B. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് 50,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കും. സെൻസർ ഫ്യൂഷൻ ടെക്നോളജി റഡാറിൽ നിന്നൊഴിവാകാനാകും എന്നുള്ളതാണ് പഴയ തലമുറയിലെ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. പെട്ടെന്നുള്ള ടേക്ക് ഓഫും വെർട്ടിക്കൽ ലാൻഡിംഗും സാധ്യമാകുന്ന ഈ യുദ്ധവിമാനം കാറ്റപ്പൾട്ട് സിസ്റ്റം ഇല്ലാതെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഉപയോഗിക്കുന്ന ഒന്നാണ് F-35. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് F-35 ഈ വർഷം വിൽക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു വാഗ്ദാനവും നടത്തിയിരുന്നു.